ഒഴിവാക്കാതെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ ഭിന്നിപ്പുണ്ട്. സുന്ദരമായ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കി, ബിദ്അഈ കക്ഷികളുണ്ടാക്കി. ഇനി ആ ഭിന്നിപ്പ് ഇങ്ങോട്ട് വർദ്ധിപ്പിച്ച് ഓരോ വിഷയത്തിലും 100 അഭിപ്രായങ്ങൾ പറയുന്ന ഒരവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഈ കിതാബ് പറ്റൂല, ഇത് നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞു. ഇതുപോലുള്ള ചില കിതാബുകൾ വേറെയുണ്ട്, ഷോർട്ട് ഹാൻഡാണ് ഈ കിതാബുകളൊക്കെ എന്ന് പറയുന്ന അയിമ്മത്തിനെ പരിഹസിക്കുന്നത്, എല്ലാവരെയും മുജ്തഹിദാക്കണം എന്ന് പറയുന്നത്. അത്തരം കിതാബുകൾ ഒഴിവാക്കാൻ പറഞ്ഞു. വേറെ ചില കിതാബുകൾ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞു. കേട്ടു, പറഞ്ഞതനുസരിച്ചു. പക്ഷേ അനുസരിച്ചു എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പം പറയണത് സമസ്ത പറഞ്ഞ് 1/2 ഡസനോളം കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ മനസാക്ഷിക്കെതിരായിട്ടാണ് ഞാൻ അംഗീകരിച്ചത് എന്ന്. പത്രസമ്മേളനത്തിലാ തോന്നുന്നുണ്ടാക്കുക വിളിച്ച് പറഞ്ഞു. അതൊന്നും എൻ്റെ മനസ്സ് തട്ടിക്കൊണ്ട് ഞാൻ അംഗീകരിച്ചതല്ല, മനസാക്ഷിക്ക് എതിരായിട്ട് അംഗീകരിച്ച ഇപ്പോഴും മനസ്സിലുള്ളത് അത് തന്നെയാണ് എന്ന്. ഇപ്പോഴും മൂപ്പര മനസ്സിലുള്ളത് ഇങ്ങനത്തെ കിതാബുകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കണം, എന്നിട്ട് പുതിയ ഫുഖഹായിനെയും അയിമ്മത്തിനെയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഒഴിവാക്കാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ തലക്കെ പറഞ്ഞില്ലേ ഒരു സഹലായ കിതാബ് എന്ന്. ആ സഹലായ കിതാബിൽപ്പെട്ട ഒരു കിതാബിൻ്റെ ഉദാഹരണം തങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അൽ ഫിഖ്ഹുൽ മുയസ്സർ. അപ്പോൾ ഈ കിതാബ് വെച്ച് പഠിപ്പിച്ചു. വല്ലഫ്ളു അൻ തുസല്ലാ, തറാവീഹിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വല്ലഫ്ളു അൻ തുസല്ലാ 8 റക്അഅത്തിൻ, 8 റക്അഅത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മൾ അധ്യക്ഷ പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ കേട്ട് കഴിഞ്ഞു. ഇതേ കിതാബിൽ തന്നെ വേറൊരു സ്ഥലത്ത് സബ്അത്തുൻ, ഖുത്ബക്ക് 7 ഷർത്തുകളുണ്ട്. ദുഖൂലു വഖ്തി സ്വലാത്തി ഫലാ തുതഖദ്ദമു അലൈഹി വ തഖദീമുൽ ഖുത്ബത്തൈനി അല സ്വലാത്തി, നിസ്കാരത്തിന് മുമ്പായിരിക്കണം എന്നുള്ളത്. വൽ ഖിയാമു ഫീഹിമാ മഅൽ ഖുദ്റത്തി വൽ ജുലൂസു ബൈനഹുമാ ബിഖദ്രി തുമഅനീനത്തിൻ. ഇപ്പം നമ്മളെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കിതാബിൽ ഇല്ലാന്നാണ് പറയേണ്ടത്. ഓലെ എഴുതി വിട്ട് നമ്മൾ ഈ പിന്നെ അനുസരിയ തറാവിയ സമാനിയ അത് ഇല്ലാന്നാണ് ഇപ്പൊ പറയണത്. ഇപ്പൊ അടിച്ചു വിട്ടിക്കാണ്. ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞ ഫിഖ്ഹുൽ മുയസ്സർ തറാവി എന്ന 8 എന്ന വാദത്തെ പ്രബലമാക്കുന്ന കമന്റ് എന്താണ് ഇല്ലെന്ന് ചൂടോടെ അത്യന്വേഷികൾ അറിയും. എന്നിട്ട് പിന്നെ MT ഉസ്താദാണ് അത്രേ ഇത് മൂപ്പർക്ക് കാണിച്ചു കൊടുത്തത്. അതാണ് ഇപ്പൊ MT ഉസ്താദ് കാണിച്ചത്. മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തന്നില്ലേ? ഇതാ അൽ ഫിഖ്ഹുൽ മുയസ്സർ ഫിൽ ഇബാദാത്തി വൽ മുആമലാത്തി എന്ന കിതാബിന്റെ 1-ാം ഭാഗം 143-ാം പേജിലാണ്. വല്ലഫ്ളു അൻ തുസല്ലാ 8 റക്അഅത്തിൻ ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹ്. പിന്നെ അതിൻ്റെ ഹദീസുകളൊക്കെ തങ്ങൾ ഉസ്താദ് ഖണ്ഡിച്ച ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ അതിൻ്റെ ശേഷം പറയുന്നുണ്ട്. ഞാനിത് കൊടുന്നത് അതിനാണ് കിതാബ്. അതില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞെങ്കിലും വിചാരിച്ചിട്ട്. പിന്നെ വൽ ജുലൂസു ബി ഖദ്രി തുമഅനീന വത്തഹാറത്തു മിനൽ ഹദസി വൻ നജസി ഫിൽ ബദനി വസ്സൗബി വൽ മക്കാനി വസത്റുൽ ഔറത്തി ബിലിബാസിൻ താഹിരിൻ വറഫുസ് സൗത്തി ബിഐസു യുസ്മിഉ 40 മിമ്മൻ തന്നക്കതു ബിഹിമുൽ ജമാ. കഴിഞ്ഞു. നമുക്കൊക്കെ അറബി അറിയാലോ. അറബി ഭാഷ ഖുത്ബയുടെ നിബന്ധനകളിൽ പറയുന്നില്ല. അറബി ഭാഷ എത്ര പ്രശ്നമുള്ളത്. ഈ തറാവി 8 ആണോ 20 ആണോ? അറബി ഭാഷ ഹിജറ 1000 വർഷം വരെ വെള്ളിയാഴ്ച ഖുത്ബ അറബി ഭാഷയിൽ അല്ലാതെ ഓതിയിട്ടില്ല. ആ അറബി ഭാഷ പ്രധാനപ്പെട്ട ഒരു ഷർത്ത് അത് ഒഴിവാക്കി. ഇതാണ് കുട്ടികൾക്ക് സഹിലായ ഒരു കിതാബ് പറഞ്ഞില്ലേ. എനിക്കെങ്ങാനും ഒരു വിദ്യാഭ്യാസ സംവിധാനം രൂപകൽപ്പന ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പെട്ടൊരു കിതാബാണത്. പിന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹജ്ജിന് പോയ ആളുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സിയാറത്തുൽ ബഖീ വ ശുഹദ എന്ന മാതിരി ശുഹദാക്കളെയും
ജന്നത്തുൽ ബഖീയിലൊക്കെ പോയി സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് ഇങ്ങനെ വിശദീകരിച്ചതിൻ്റെ ശേഷം പറയാണ് വൽ യഹ്ദരിൽ ആഖിലു അൽ ഹരീസു അലാ ദീനിഹി, ദീനിൻ്റെ കാര്യങ്ങളും ശരിയായ നിലക്ക് മുറുകെ പിടിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ബുദ്ധിജീവികൾ, ബുദ്ധിമാനികൾ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. അനിസിയാറത്തി, എന്ത സിയാറത്തി, ഇങ്ങനെയുള്ള സിയാറത്തുകളൊക്കെ നടത്തുമ്പോൾ മിൻ ബിദ്അ സിയാറത്തി, സിയാറത്തിൽ വന്നുകൂടുന്ന ബിദ്അത്തുകളെ സൂക്ഷിച്ചു കൊള്ളട്ടെ. കസ്തിലാമിൽ ഖബരി, ഖബറിനെ തൊട്ട് ചുംബിക്കുക, വതക്ബീരിഹി, ഖബറിനെ തന്നെ ചുംബിക്കുക, വതവാഫി ബിഹി, അതിൻ്റെ ചുറ്റുഭാഗത്ത് ചുറ്റുക, വസുആലി മൻ ബിഹി, ആ ഖബറിൽ കിടക്കുന്ന ആളോട് ചോദിക്കുക, അത് സൂക്ഷിക്കണം. ഖബറിൽ കിടക്കുന്ന ആളുകളോട് എന്തെങ്കിലും ചോദിക്കുന്നതിനകത്തോട് സൂക്ഷിക്കണം. വസ്സലാത്തി ഇൻദഹു, അവിടെ വെച്ച് നിസ്കരിക്കുക. ലിഅന്നൽ മശ്റൂഅ ഇന്നമാ ഹുവ ദുആഉ വൽ ഇസ്തിഗ്ഫാറു ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് ശരീഅത്തിലുള്ളത്. അമ്മാ തലബുൽ ഹാജത്തി മിൻഹും, അവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുക എന്നത് വൽ ഇഖ്സാമി ബിഹിം അലല്ലാഹി തആല ഫഹുവ ളലാലും വബിദ്അത്തുൻ, അപ്പം തവസ്സുല്, ഇസ്തിഗാസാത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ബിദ്അത്തും ളലാലത്തുമാണ്. ബിത്തിഫാഖി അയിമ്മത്തുൽ മുസ്ലിമീൻ വലം യകുൻ അഹദുൻ മിനസ് സഹാബത്തി യഫ്അലു ദാലിക. ഞാനിപ്പോൾ അതിൻ്റെ മറുപടികളൊന്നും പറയാനുള്ള സമയമല്ല. ഇതിൽ പഠിപ്പിക്കുന്നത് വഫിയ കോളേജുകളിൽ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്ന കിതാബുകളുടെ ഒരു രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാണ്. കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഷാഫി മദ്ഹബ് പ്രകാരം അവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾ, ചേർന്ന് പഠിക്കുന്ന കുട്ടികൾ, ഷാഫി മദ്ഹബ് അനുസരിച്ചുള്ള കിതാബാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കിതാബ്, അതിൽ കർമ്മപരമായിട്ടും വിശ്വാസപരമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച വഞ്ചനകളാണ് പറയുന്നത്. ബിദ്അത്തും ളലാലത്തുമാണ്. ഇങ്ങനെ ഇതിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു 2-3 ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളാണ് ബഹുമാനികളെ. ഇതൊക്കെ നമ്മളിങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇപ്പോൾ പലരും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ ഇതൊന്നും ഇതുവരെ പറയാഞ്ഞത്, ഇതുവരെ ഉണ്ടാഞ്ഞത്, ഇതുകൊണ്ട് വിശദീകരിക്കാത്തത്? ഒരു ഭാഗത്ത് അങ്ങനെ പറയാം, വേറൊരു ഭാഗത്ത് എന്തിനാ അതൊക്കെ മുണ്ടണത്, അതൊക്കെ മൂടി വെച്ചാൽ പോരെയെന്ന് വേറൊരു ഭാഗത്തും പറയാം. സമസ്ത എന്താ വേണ്ടത്? മൂടി വെക്കുകയാണോ വേണ്ടത്, വിശദീകരിക്കുകയാണോ വേണ്ടത്? വിശദീകരിക്കണം, വിശദീകരിക്കാതിരിക്കാൻ പറ്റൂല. പിന്നീടൊരു പ്രശ്നം ഉണ്ടായത്, ഇപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങൾ മാത്രം, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇവിടെ മഹാന്മാരിവിടെ സംസാരിക്കാൻ നിൽക്കുക, ഞാൻ വളരെ വേഗം പെട്ടെന്ന് നിർത്തുകയാണ്. ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾ പ്രചരണം നടത്തുന്നു എന്ന് സമസ്ത പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. എവിടെ പറഞ്ഞു, എവിടെ പ്രചരണം നടത്തിയെന്ന്? ഇത് പോരെ, ഈ പറഞ്ഞത് പോരെ? ഇനി അങ്ങനെ എത്ര ഉണ്ട് പറയാൻ? സമയമല്ല.